ഇവിടെ വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയോ, ഈ വയലിലൊക്കെ പണ്ട് ഞങ്ങൾ മറ്റേ എന്താ പറയുക, ഒരു കക്ക എന്ന് പറയില്ലേ, കക്ക പെറുക്കി നടന്ന വയലിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അതിൻ്റെ ഒരു സന്തോഷം. രണ്ടാമതൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരിക്കൽ ഇതേ സ്കൂൾ അന്ന് പഴയ സ്കൂളാണ്, ഇവിടെ വെച്ച് 2 അധ്യാപകർ വന്നെടുത്തൊരു ക്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന് ET മുഹമ്മദ് ബഷീർ, പണ്ടത്തെ വിദ്യാഭ്യാസ മന്ത്രി, പിന്നെ 2 കുന്നമംഗലത്തെ MLA ആയിട്ടുള്ള PTA റഹീം. അവർ വന്ന് എടുത്ത ആ 2 ക്ലാസ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മാതിരി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്കൂളിൽ തന്നെയാണ് പണ്ട് ഞാൻ പഠിച്ചത് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടെയാണ്. നമ്മൾ ടോട്ടൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ആരോഗ്യം? നിങ്ങൾ പറഞ്ഞല്ലോ മനസ്സ് നന്നാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെ പ്രശ്നം മാത്രമാണോ? അല്ല, അല്ലേ? നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ? അല്ല. സാമൂഹികമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആരോഗ്യത്തിന്റെ കാര്യത്തിലുണ്ടോ? ഉണ്ട്, അല്ലേ? അപ്പൊ ടോട്ടലി നമ്മൾ മൊത്തപ്പെന്ന ഉദാഹരണത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ 7 മണിക്ക് ഞാൻ ഡ്യൂട്ടിക്ക് എത്താന്ന് പറഞ്ഞു. 7 മണിക്ക്, ഓക്കെ, 7 മണിക്ക് ഞാൻ എത്താന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് 7 മണിക്ക് അവിടെ എത്തി. ഒരു സുന്നത്ത് കർമ്മം ചെയ്യാനുള്ള കുട്ടിയാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടി എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി എത്തിയില്ല. കാരണം 7 മണിക്ക് അവിടെ കഴിഞ്ഞിട്ട് അടുത്ത ആശുപത്രിയിൽ എത്തണം. അപ്പൊ 7 മണിക്ക് എത്തിയില്ല. അവിടെ ഞാൻ ചോദിച്ചു എന്താ കുട്ടി എത്തിയത്? കുട്ടി ഉറങ്ങിപ്പോയി എന്നാണ്. പിന്നെ കുട്ടി എത്താൻ 7:20 7:30 മറ്റേ ആശുപത്രിയിൽ എനിക്ക് എത്തണം യുദ്ധകാല അടിസ്ഥാനത്തിൽ. അപ്പൊക്കെ ഞാനാണെങ്കിൽ എല്ലാം ബിസി ഷെഡ്യൂളാക്കി വന്നതാണ്. അവിടെ എത്തി വൈകി. അവിടെ ഡ്യൂട്ടി തിരിച്ചു പോകേണ്ട ഡോക്ടർ അവിടെ നിന്ന് ചൂടാവാൻ തുടങ്ങി. എന്താണ് ഡോക്ടർ, നിങ്ങളൊന്നും പാലിക്കുന്നില്ലല്ലോ. അപ്പൊ ഒരാൾ മാത്രം നന്നായിട്ട് കാര്യമല്ല, അല്ലേ? ഒരു സമൂഹം മൊത്തം മാറുമ്പോഴേ നമ്മളെ ഒരു സാമൂഹികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിലോട്ട് നിങ്ങൾ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലുകയാണ്. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും എടുത്തു പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് തർക്കിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? തർക്കിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അഡ്രിനലിൻ പോലത്തെ ഹോർമോണുകൾ ഇങ്ങനെ ഉത്പാദിപ്പിക്കും, അല്ലേ? ഈ ഒരാളോട് തർക്കിക്കുക, ദേഷ്യം പിടിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ഭൂമിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. പെട്ടെന്നൊരു മരണം വരെ സംഭവിക്കുക. എന്തും സംഭവിക്കുക, അല്ലേ? നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ ദേഷ്യം പിടിക്കുമ്പോൾ അവരെ മുഖത്തോട് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് സംഭവിക്കുക, അല്ലേ? നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഹാപ്പിയാണോ? ഇപ്പൊ നിങ്ങൾ ഹാപ്പിനെസ്സിന് 10ൽ എത്ര മാർക്ക് കൊടുക്കും? 10ൽ 10 എന്നുള്ളൊക്കെ കൈ നോക്കി. ആകെ 2-3 പേരേ ഉള്ളൂ, അല്ലേ? നമ്മൾ 10 ആക്കാൻ പോവാ. എല്ലാവരും ഒന്ന് ആഞ്ഞു ചിരിക്കുമെന്ന്. നിന്നിട്ട് മൂവ് ചെയ്ത് ചിരിക്കും. ഇരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് എത്ര മാർക്ക് കൊടുക്കും? 10 ഇത്രയും പരിപാടിയുള്ളൂ ഹാപ്പിനെസ് വരുത്താൻ, അല്ലേ? അപ്പൊ നമ്മൾ ഈ ടോട്ടൽ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ റിലയൻസ് മാളിൽ പോയതാണ് കോഴിക്കോട്. അപ്പൊ അവിടെ പോയപ്പോ കുറച്ച് കുട്ടികൾ ഇപ്പത്ത് പോയിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കുക. കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള കുട്ടികളാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ സിഗരറ്റ് കത്തിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കാം, കുട്ടികൾ എന്താ ചെയ്യുന്നത്? നല്ല ഭംഗിയുള്ള മുഖമുണ്ട്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ശരീരമുണ്ട്, നല്ല എനർജറ്റിക് ആയിട്ട് ജീവിക്കാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെന്തുകൊണ്ടാ ഈ ഒരു സിഗരറ്റിന്റെ പുക അവരെ ശ്വാസകോശത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരും, അല്ലേ? നമ്മൾ ഒരാളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ ശരീരം എന്ന് പറയുമ്പോൾ, ഈ ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കോശങ്ങൾ, അല്ലേ? ഈ കോശങ്ങളെ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? എനർജി, അല്ലേ? നമ്മൾ ചിരിക്കുമ്പോൾ ഉത്പാദിപ്പിക്കുന്നത് എന്താണ്? എനർജി അല്ലേ? അല്ലേ? നിങ്ങൾ ഒന്ന് മൂവ് ചെയ്യും. എല്ലാവരും ഒന്ന് മൂവ് ചെയ്യും. നിന്ന് മൂവ് ചെയ്യും. ജസ്റ്റ് ചലിക്കട്ടെ, നന്നായിട്ട് ചലിക്കട്ടെ. ഓക്കെ, ഈ ചലിക്കുമ്പോൾ എന്താ? നിങ്ങൾ എനർജി ഉത്പാദിപ്പിക്കുക, അല്ലേ? നമ്മൾ ഇരുന്നോളൂ. അപ്പൊ നമുക്ക് എന്താണ് ഈ എനർജി പ്രൊഡക്ഷൻ? ഇത് നമ്മുടെ ജീവിതശീലങ്ങളാണെങ്കിലും നമ്മളുടെ എല്ലാം ആണെങ്കിലും ഈ എനർജിയാണ്, അല്ലേ? സ്ലൈഡ് മാറ്റാൻ. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ഈ എനർജി ലെവലിൽ ഉണ്ടാക്കുന്ന അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ മോളിക്കുലാർ ലെവലിൽ നമ്മുടെ ഓരോ ദുശീലങ്ങളും ഉണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അല്ലേ? നമ്മളൊരു സിഗരറ്റ് അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്തൊരു കാര്യം, നിങ്ങൾ NSSന്റെ വളണ്ടിയേഴ്സ് എന്നുള്ളവർക്ക് നിങ്ങൾക്ക് വലിയൊരു ഉത്തരം. ഓക്കെ, പ്ലേ ചെയ്തോ.
വെരി 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 ഡാൻസ് ഡാൻസ് മൂവ് ചെയ്യണം, ഇരുന്ന് കേൾക്കാനല്ല. വെരി വെരി കുറച്ചാലും ഇങ്ങോട്ട് വരും, ഇവിടെ വന്നത് വെരി വെരി കണ്ടോ. ലൈഫ് ഈസ് എ സീ ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ഇതിൽ ബി ആൻഡ് ഡി എന്താണ്, എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റുമോ? വെരി ഗുഡ് വെരി ഗുഡ്, എല്ലാവരും ഒന്ന് ക്ലാപ്പ് അടി. വെരി ഗുഡ്. അപ്പൊ സിയോ വാട്ട് ചോയ്സ്. വെരി ഗുഡ്. ചോയ്സ് ചോയ്സ് നിങ്ങളുടെ കൈവക്ക്. വെരി ഗുഡ്, വളരെ എക്സലന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ചോയ്സ് ആണ് അല്ലേ, നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കാതിരിക്കണം എന്നുണ്ടോ? സന്തോഷം നമ്മുടെ ചോയ്സ് ആണ്. അത് എവിടുന്നാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? ഇപ്പൊ നമ്മൾ കേട്ട പാട്ടാണോ സന്തോഷം തന്നത്? അല്ല, നമ്മൾ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മളിവിടെ ജീവിക്കുമ്പം നമുക്ക് വേണ്ട ഒരു കറൻസി എന്താണ് കറൻസി നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്? ടൈം. നിങ്ങളുടെ സമയത്തിന് എത്ര വിലയാണ് കൊടുക്കുന്നത്? എത്ര വില കൊടുക്കുന്നതിന്റെ സമയത്തിന്? ഇപ്പൊ ഇന്ത്യൻ രൂപക്ക് ഡോളറുമായിട്ട് ഇപ്പൊ 84 രൂപയാണ് ഡോളറിന് അല്ലേ. അതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡിന് നീ എന്ത് വിലയാണ് കൊടുക്കുന്നത്? അല്ല, എന്നാലും എത്ര വില കൊടുക്കും? ലക്ഷങ്ങളെ മൂല്യം കൊടുക്കുമോ? ഇനിയിപ്പോ ഒരു വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിനക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ടൈം ഉപയോഗിക്കുമ്പം അതിന്റെ മൂല്യം ഇപ്പം ഒരു 2 രൂപ ആയിരിക്കും. അതേസമയം നീ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിന്റെ സമയം ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ മൂല്യം കോടിയോ 10 കോടിയോ ഒക്കെ ആയിരിക്കും. നീ എത്ര കൊടുക്കും വാല്യൂ? ഓക്കെ, അപ്പൊ നീ നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്, അനാവശ്യമായിട്ടൊന്നും സമയം കളയില്ല. നീ എത്ര വാല്യൂ കൊടുക്കും നിന്റെ സമയത്തിന്? സെയിം. എത്ര കൊടുക്കും? നിങ്ങളെല്ലാവരും നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ടൈമിന് ഒരു വാല്യൂ നിശ്ചയിക്കണം. അപ്പൊ നമ്മൾ യൂസ്ഫുൾ അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ടൈം ഉപയോഗിക്കില്ല. അത് വെച്ചിട്ട് നിങ്ങൾ വേണ്ടാത്ത അങ്ങനത്തെ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നല്ല. അത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ. അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. നാളെ പരീക്ഷയാണ്. ഇന്ന് നിങ്ങൾ പഠിച്ച എക്സാം എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ അർജന്റ് ആണോ? രണ്ടുമാണ് അല്ലേ. നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞാണ് പരീക്ഷ. 2 മാസം കഴിഞ്ഞുള്ള പരീക്ഷയാണ്. അന്നേക്ക് പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്, അർജന്റ് ഇല്ല അല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻറ്റും അല്ല അർജന്റും അല്ല. നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജന്റ്. ഒരു അർജന്റും ഇല്ല, ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല. വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ, ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല അർജന്റും ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്ത്, അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അർജന്റ് അല്ല. ഇപ്പൊ നിങ്ങളൊരു കൂട്ടുകാരിക്ക് ഒരു കാര്യം നിർവഹിക്കണം, അവൾക്കത് അർജന്റ് ആയിരിക്കും, നിങ്ങൾക്കത് അർജന്റ് ആവില്ല. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അപ്പൊ ഇതിൽ നിങ്ങളുടെ ജീവിതം എവിടെ കേന്ദ്രീകരിക്കണം? 2 മാസമുള്ള പരീക്ഷയ്ക്ക് ഇപ്പോഴേ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് സ്ട്രെസ് കുറയുമല്ലേ അല്ലേ. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വളരെ ആക്റ്റീവായി പരീക്ഷാ ഹാളിൽ ചെല്ലു നിൽക്കുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് നന്നാവുമല്ലേ? നന്നാവൂലേ അല്ലേ. അല്ലെങ്കിൽ അവിടെ എന്താവും, സ്ട്രെസ്ഫുൾ ആയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? വളരെ സ്ട്രെസ്സോട് കൂടി പരീക്ഷ എഴുതുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ ബ്രെയിനിൽ ശേഖരിച്ച് വെച്ചത് റിട്രീവ് ചെയ്യാൻ പറ്റൂല. നിങ്ങളിപ്പോൾ ഈ ക്യാമ്പിൽ ഇരിക്കുന്ന ഇതേ സന്തോഷത്തോടാണ് നിങ്ങൾ എന്തിനു പോകേണ്ടത്? പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടത്. പരീക്ഷാ ഹാളിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിന് മുമ്പുള്ള സമയത്തിനും വാല്യൂ ചെയ്യണം. നീട്ടി വെച്ച് അങ്ങോട്ട് ഇതാക്കാൻ പാടില്ല അല്ലേ. ഞാൻ പറഞ്ഞു നമ്മുടെ ഹാബിറ്റ്സ് അല്ലേ, നമ്മുടെ ശീലങ്ങളാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ശീലങ്ങളല്ലേ. നമുക്കൊരു ശീലങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണെന്നത് അറിയാം? ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയാം. നമുക്കിപ്പം ഒരു ശീലം നമ്മൾ തുടങ്ങണമെങ്കിൽ അതിനൊരു തുടങ്ങാനൊരു പ്രേരണ ക്യൂ ഉണ്ടാവൂലേ. എന്നിട്ട് അതിന് നമുക്ക് വേറൊന്നും എന്തായിരിക്കും, അതിന് ഒരു റുട്ടീൻ ഉണ്ടാവും നമ്മൾ ചെയ്യുന്നല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ആരോഗ്യത്തിന് മെച്ചം ഉണ്ടാവും, റിവാർഡും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ ചീത്ത ശീലങ്ങളും ഇതേ സർക്കിളിലൂടെ ആയിരിക്കും അല്ലേ. ഇപ്പം ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി, നിങ്ങളുടെ ഇപ്പം ആരും അതില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു കുട്ടിയാണെങ്കിൽ അവൻ എന്താണ് ക്യൂ ആവുന്നത്? അവനെന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടാവും, അവനെന്ത് ചെയ്യും? അതിനുവേണ്ടി ഒരു ശീലം ഉണ്ടാക്കിയെടുക്കും, റുട്ടീൻ. എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുക എന്നുള്ള റുട്ടീൻ ഉണ്ടാവും. അവന് റിവാർഡ് എന്താ കിട്ടുക? താൽക്കാലികമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ ഒരു സർക്കിളിലൂടെ പോയി അവസാനം എന്താ ഉണ്ടാവുക? അവന്റെ ലൈഫ് മൊത്തം കൊള്ളാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതേ സമയത്ത് ഒരാൾക്ക് ടെൻഷൻ ഉണ്ടായി,
അവരെന്ത് ചെയ്യും? അടുത്ത വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് 2 കുട്ടികളെ കളിപ്പിക്കാമെന്ന് വിചാരിക്കും. അപ്പോഴും കിട്ടൂല ഇതേ റിവാർഡ്. ഇപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ഒരു കറുവപ്പട്ട എടുത്ത് മണത്താൽ അതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലേ? സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്നാൽ ഒരു ഡേഞ്ചർ ഉണ്ടാവുകയില്ല. കാരണം ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാള് എന്താണ് ചെയ്യുന്നത്? അവർ ഈ ശ്വാസമാണ് ആസ്വദിക്കുന്നത്. ഈ ശ്വാസം ആസ്വദിച്ച് ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പ്രശ്നം? അത് നമ്മുടെ ശരീരത്തിൽ മോളിക്കുലാർ ലെവലിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ കറുവപ്പെട്ടിട്ട് മണത്താലോ എന്തായിരിക്കും? ഇതേ ആസ്വാദനം കിട്ടുകയും ചെയ്യും. ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു അപകടം ഉണ്ടാവില്ല, അല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പം ഭക്ഷണം അമിതമായി കഴിക്കാം. നിങ്ങളാരും വലിയ തടിയുള്ളവരില്ല. ഞാൻ ആദ്യം 106 കിലോ ഉണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ തടി കണ്ട് വിചാരിക്കണ്ട, ഞാൻ നല്ല തടിയനായിരുന്നു, ഇപ്പോഴും തടിയനാണ്. അപ്പം നമുക്ക് ഭക്ഷണം കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ രുചിക്ക് അനുസരിച്ച് നമ്മുടെ തലച്ചോറിലൊരു ഹാബിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം, ആ രുചിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അല്ലേ? ഇന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ എന്ത് ബേസിലാണ് ഭക്ഷണം? ഏറ്റവും രുചിയുള്ള റെസ്റ്റോറൻറ്റ് ചേർന്നിട്ടല്ല നമ്മൾ നോക്കുക, അല്ലാതെ ഏറ്റവും ആരോഗ്യമുള്ള ഭക്ഷണം തരുന്ന സ്ഥലം നോക്കിയിട്ടാണോ പോണത്? അല്ല, അല്ലേ? അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇനി വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബ്രേക്ക് ത്രൂ ചേഞ്ച് ആണ് വേണ്ടത്. നമുക്ക് എല്ലാവരും ഉറക്കെ പറ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, പുതിയ എനിക്ക് സ്വാഗതം. നിങ്ങൾ പുതിയൊരാളായി മാറാൻ പോവാണ്. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്, ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ MJ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും. എനിക്ക് MJ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാം? എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്യാൻ പൂതിയായിരുന്നു. അപ്പൊ എല്ലാത്തിനും പേര് കൊടുക്കും, പക്ഷെ അവസാനം എല്ലാത്തിനും അവിടെ മുങ്ങും. കാരണം ഈ പേടിയുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ എനിക്ക് ആ പേടിയൊന്നുമില്ല. കാരണം അത് നമുക്കൊരു സാധനത്തിനോട് പേടി ഉണ്ടെങ്കിൽ അത് എന്നും നിർത്തേണ്ട കാര്യമാണോ? ഒരാൾക്ക് സ്റ്റേജിന്റെ മുമ്പ് കയറി പ്രസംഗിക്കാൻ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിൽ ആരെങ്കിലും ഉണ്ടോ? എനിബഡി? NSS വളണ്ടിയർമാരായതുകൊണ്ടാ കയറി. അപ്പം പിന്നെ ഈ പേടി ഇല്ലാതായി, അല്ലേ? മുമ്പ് പേടി ഉണ്ടായിട്ട് ഈ NSS ക്യാമ്പിൽ വന്ന് മാറിയവരുണ്ടോ? അല്ലേ? അപ്പൊ പേടി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ റിയൽ ആയിട്ടുള്ള ഒരു ത്രെട്ട് അല്ല, അല്ലേ? ഒരു ഭീഷണി അല്ല, നമ്മൾ തലച്ചോറിൽ ഉണ്ടാക്കി വെച്ചതാണ് അത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് നമുക്ക് എപ്പോഴും നമുക്ക് ആക്റ്റീവായി നിൽക്കാൻ മുമ്പിലുള്ള ഒരു കാരണങ്ങൾ, ഒന്നുകിൽ ഒരു സ്റ്റേജ്, എല്ലാവരും ഒന്നുകൂടി ഇങ്ങനെ കൈതാക്കി ചിരിക്കുന്ന പോസ്, അല്ലേ? അപ്പൊ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്തില്ലേ? ഇനി എല്ലാവരും ഇങ്ങനെ നിൽക്കി, അറിയാതെ നമുക്ക് ദുഃഖം വന്നു പോവാ, അല്ലേ? ഇനി ദേഷ്യം പിടിക്കുന്ന എന്താ അടുത്തുള്ളവരും ദേഷ്യം പിടിക്കുന്ന പോസ് അടുത്ത് നോക്ക്. ഓക്കെ. അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റേജ്, അല്ലേ? ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ ദുഃഖിക്കുന്ന സമയത്തും നമുക്ക് സന്തോഷമുള്ള സമയത്തും നമ്മളെ എക്സ്പ്രഷൻ മുഴുവൻ നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നതാണ്, അല്ലേ? അപ്പൊ അതിന് ഈ ഒരു ബോഡിയിൽ നിന്ന് ഈ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നതിന് പിന്നിൽ എന്താണ് കാരണം? ഒരു സ്റ്റോറിയാണ്, അല്ലേ? ഒരു സ്റ്റോറി നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ ഒരു സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ പേടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് സ്റ്റോറിയാണ് ഉണ്ടാക്കി വെച്ചത്? എൻ്റെ മുമ്പിലുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും? എനിക്ക് പറ്റൂലേ? എനിക്ക് അറിവില്ലാത്ത പ്രശ്നമുണ്ടോ? അങ്ങനെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ആ ഒരു സ്റ്റോറി ഉണ്ടാക്കുകയാണ്. പിന്നെ ഒരിക്കലും നിങ്ങളത് ചെയ്തു തുടങ്ങുമ്പോൾ എന്താവും? സ്റ്റോറി മാറ്റി, അല്ലേ? ഇതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ ആ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് വേറൊരു സ്റ്റോറി ഇടുക, എന്നിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട്. അതിന് കുറേ മാർഗങ്ങളും ഉണ്ടാവും, ഇതൊക്കെ, അല്ലേ? സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അലട്ടുന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഹാബിറ്റിനനുസരിച്ചാണ് അത്, അല്ലേ? അല്ലാണ്ട് ഇപ്പോൾ ഒരാൾക്ക് മാർക്ക് നേടാൻ പറ്റുന്നെങ്കിൽ മറ്റൊരാൾക്ക് മറ്റേതൊരാൾക്കും വാങ്ങാം, അല്ലേ? വാങ്ങാൻ പറ്റൂലേ? പിന്നെ എന്താ വാങ്ങാതിരിക്കാൻ കാരണം? എന്താ? ഇവർ അതിനനുസരിച്ചുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചോണ്ട്, എനിക്കത് പറ്റൂല എന്നൊക്കെ ഉള്ള ഒരു വിചാരം ഉണ്ടാക്കി വെച്ചോണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ പെർഫോമൻസ് വീക്കാക്കുന്ന പാറ്റേൺ എന്താണ് ഉണ്ടാക്കിയതെന്ന് വെച്ചത് കണ്ടെത്തുക, എന്നിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കുക. ഈ NSS ക്യാമ്പ് നിങ്ങൾക്ക് ഒരുപാട് പുതിയ പാറ്റേൺ ഉണ്ടാക്കി തന്നില്ലേ, അല്ലേ? എന്ത് പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്? എന്ത് പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ടാക്കിയത്? പഠിച്ചു. വെരി ഗുഡ്. ക്ലാപ്പ് കൊടുക്കും എല്ലാവരും. പിന്നെന്താണ് ഇവിടുന്ന് ഇതിനി എല്ലാ ദിവസവും അത് അനുവർത്തിക്കും, അല്ലേ?
എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്ന പോലെ എത്ര പേരുണ്ട്? വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ക്യാമ്പ് കഴിഞ്ഞിട്ടും ക്യാമ്പിൻ്റെ മുമ്പും ഇത് കഴിഞ്ഞാൽ അത് ഒരു ശീലാക്കൂ അല്ലേ? അപ്പോൾ ഒരു പുതിയ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഈ ക്യാമ്പ് ഉണ്ടാക്കി തന്നത് അല്ലേ? ഓക്കെ, അടുത്തടുത്ത് ഇത് കുറച്ച് എക്സസൈസ് ആണ് ഞാനിങ്ങനെ ചെയ്യുക. എല്ലാവരും ഒന്ന് ചെയ്യുക. ഇവിടെ നമ്മളെപ്പോഴും ബോഡി മൂവ് ചെയ്യിപ്പിക്കാൻ നോക്കണം. നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയൊക്കെ ആണെങ്കിലും ഒരു മണിക്കൂറിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ മൂവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യുക അതിന്? അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ബോഡി ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. കാല് ഇരുന്നിടത്ത് തന്നെ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ? ഒന്ന് കൈ ഇങ്ങനെ ആക്കി അല്ലേ? എപ്പോഴും മൂവ്മെൻറ്റ് ആവശ്യമാണ്. നമ്മൾ മനുഷ്യനെ ഏറ്റവും ആവശ്യമുള്ള എന്താണ്? മൂവ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ? ഒരു പവർ പോസ്ചർ എന്ന് പറയും അല്ലേ? ഒരു സൂപ്പർമാനൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് നിൽക്ക്. പല രീതിയിലും ഇരിക്കുക. അത് വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു 5-6 ആളും കൂടി വരും. നമുക്ക് നോക്കിയത് സൂപ്പർമാൻ പോസ്റ്ററിൽ നിൽക്കും. വരി, ബോയ്സ് ഒന്നും വരി, ഗേൾസ് ഒന്നും വരി. വാ. നിങ്ങൾക്കിപ്പോൾ ഒരു സൂപ്പർമാൻ പോസ്റ്ററിൽ നിൽക്കുക എല്ലാവരും. ഓക്കെ. അല്ല ഇങ്ങനെ വിന്നറുടെ പോസ്റ്റിൽ നിന്നോ? വിന്നറെ ഓരോരുത്തർ ഓരോ പോസ്റ്റിൽ നിന്നോ അല്ലേ? ഒരു കോൺഫിഡൻസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് ഇല്ലാത്തൊരു സ്റ്റേജിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു പോസ്റ്റർ എടുത്താൽ മതി അല്ലേ? ഇരുന്നോളൂ. നിങ്ങളെ ബോഡി ആ ഒരു രീതിയിലാകുമ്പോഴേക്ക് നിങ്ങളെ മൈൻഡ് എന്താവും? അതിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും അല്ലേ? അത് കിട്ടുന്നുണ്ടോ? അത് പ്ലേ ആവുന്നുണ്ടോ? ആ വീഡിയോ ഉണ്ടായില്ലേ? ഏറ്റവും നന്നായി ഡാൻസ് ചെയ്തതാ പാവാ. നീയല്ലേ ഏറ്റവും നന്നായി ഡാൻസ് ചെയ്ത്? കം 2024 എങ്ങനെ ഉണ്ടാവും? സൗണ്ടില്ലല്ലേ? ഹൃദയം തുറന്ന് പറഞ്ഞു. ഓക്കെ മൈക്കിൽ സൗണ്ട് കിട്ടും. അപ്പൊ ഈ 2024 നിങ്ങളുടേതാണ് അല്ലേ? 2024 നിങ്ങളെ +2 റിസൾട്ട് വരുന്ന ദിവസമാണ് അല്ലേ? വ്യക്തമായിട്ട് ലക്ഷ്യങ്ങളില്ല നിങ്ങൾക്ക്? എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? ഈ 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളോട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നവരാരൊക്കെയാ ഉള്ളത്? ഒരു ദിവസത്തിന് വ്യക്തമായി പദ്ധതികളുള്ള ആരൊക്കെയാ? കം. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കുക. എന്താണ് നീ ടു ഡു ലിസ്റ്റിൽ എഴുതാറുള്ളത്? ഓക്കെ. എന്താ എഴുതി വെക്കും? ഓരോ ദിവസം എഴുതി വെക്കും അല്ലേ? വെരി ഗുഡ്. എന്തൊക്കെ എഴുതും? ഓക്കെ. വെരി ഗുഡ്. എപ്പോഴും എഴുതി വെക്കണം. പലപ്പോഴും നമ്മുടെ തലയിൽ ഒരു കാര്യം സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മളിപ്പോൾ ചില സമയത്ത് നമ്മൾ ചാവിയൊക്കെ അവിടെ വെക്കും. നമ്മൾ വിചാരിക്കും അത് ഓർമ്മ ഉണ്ടാവും. പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? നമ്മളെപ്പോഴും ഒരു പേനയും പേപ്പറും വെച്ച് എഴുതി വെച്ചുകൊണ്ട് നമ്മളൊരു വർഷത്തെയും ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരിക്കലും മറന്നു പോകില്ല അല്ലേ? റിമൈൻഡറായിട്ട് ഇത് പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾ ഈ വർഷം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? ഒന്ന് സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റ് ഉണ്ടാക്കണം. ചില ശീലങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങളെ വല്ലാതെ നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് അതൊരു ഫലവും കൊണ്ടുവരുന്നില്ല. ആ സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റിൽ ഡാൻസറെ സൗണ്ട് ഇല്ല അല്ലേ? എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റിൽ എനിക്ക് ഉൾപ്പെടുത്തേണ്ട എന്തെങ്കിലും ശീലങ്ങളുണ്ടോ? വാക്കാം. ഒരു സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 2024 വേണ്ടിയിട്ട് നീ എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി രക്ഷിതാക്കളോടൊക്കെ തർക്കിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും പറ്റും. ഓക്കെ. അങ്ങനെ ഏതെങ്കിലും ആ ഒരു സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റിൽ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? വെരി ഗുഡ്. 7 മണിക്കൂർ ഉറങ്ങുകയും വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കട്ട് ചെയ്താൽ മതി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും തലയിൽ ഉദിക്കുന്നില്ല സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റിൽ എഴുതാനുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, ഇന്നൊട്ട് ഇത് നിങ്ങളെ ഹാബിറ്റ് ആവണം. ഓക്കെ, ഞാനിവിടെ വന്ന് ക്ലാസ് എടുക്കുന്നതല്ല, നമ്മളിത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒരു ഫലം കിട്ടണമെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യണം. നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഒരു കണ്ടു നിൽക്കുന്ന ഒരു സ്പോർട്സ് ആണോ പഠിക്കുക എന്നുള്ളത്? ഒരിക്കലും അതല്ല. അത് നമ്മൾ ആക്റ്റീവ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്പോർട്സാണ്. പഠനം ഒരു സ്പോർട്സ് ആണോ? അല്ലേ? ലോകത്തെ ഏറ്റവും നല്ല സ്പോർട്സാണ് പഠനം. ഇത് നിങ്ങളുടെ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തെങ്കിലും കോഴ്സിന് ചേർന്ന് അവസാനിക്കേണ്ട ഒന്നാണോ പഠനം? നെവർ. മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആയുസ്സും കിട്ടും. നിങ്ങളെന്നും ഹാപ്പി ആയി നിൽക്കും. നിങ്ങൾക്കൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ?
അല്ലേ? ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ നിങ്ങളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രൈബറെ കിട്ടാനോ ഫോളോവറെ കിട്ടാനാണോ? ഞാൻ അതിന് വേണ്ടി അല്ല ഇതുവരെ ക്രിയേറ്റ് ചെയ്തത്. ഈ പഠനം എന്ന് പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്ക് യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിലല്ല എനിക്ക് ഹാപ്പിനെസ് കിട്ടാറുള്ളത്. 3600ഓളം വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല എനിക്ക് ഹാപ്പിനെസ് നൽകിയത്. എനിക്ക് ഹാപ്പിനെസ് നൽകിയത് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എടുത്ത എഫേർട്ടുകളാണ്. കാരണം അത്രയും എനിക്ക് പഠിക്കാൻ പറ്റി. ഒരു 5 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു 15 ഇരട്ടിയോ അല്ലെങ്കിൽ 100 ഇരട്ടിയോ പഠിച്ചാലേ ആ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പഠനമാണ് നമുക്ക് എൻജോയ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം? പഠനത്തെ എന്ത് ചെയ്യണം? ഒരു സ്പോർട്സ് ആയിക്കണം. ഐ ലവ് ലേണിംഗ്. ഓക്കെ, അപ്പൊ സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റ് ഉണ്ടാക്കല്ലോ അല്ലേ? ഇനി ചില ഹാബിറ്റ്സ് നിങ്ങളിപ്പം പിന്തുടരുന്ന കുറെ ശീലങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നല്ല കുറച്ച് ശീലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അങ്ങനെ എന്തെങ്കിലും ശീലങ്ങൾ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ദൈവം പറ. നീ ഇപ്പം ചെയ്യുന്ന ശീലങ്ങൾ ഒരുപാട് നല്ലൊരു ശീലം, അത് കൂടുതൽ ചെയ്താൽ നിനക്ക് ഒന്നുകൂടി മെച്ചപ്പെടാം. എന്താ അങ്ങനത്തെ ഒരു ശീലം? പറഞ്ഞ പോലെ കലാപരിപാടികളിലൊക്കെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് നീ. എന്താണ്, ഗായകനാണോ? അല്ല, ഗായകന് പാട്ട് പാടും. ഓക്കെ, എന്നാ ഒരു പാട്ട് പാടിക്കാം. പാട്ട് പാടിക്കാം. ഒരു വരി പാടിക്കുന്ന ചതുമിച്ച് 2 മൈക്ക് പാടിക്കും. ചാക്യാർ കൂത്ത്. ചാക്യാർ കൂത്തിന്റെ ഒരു കലാകാരനല്ലേ? ഇപ്പൊ ഒരു സ്റ്റെപ്പ് കാണിക്കാൻ പറ്റുമോ നമുക്ക് വേണ്ടി? ഓക്കെ. സ്റ്റേറ്റിൽ ഓക്കെ. ഒരു ചാക്യാർ കൂത്തിന്റെ ഒന്ന് കാണിക്കും. എങ്കിലോ പണ്ട് പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായി നിശ്ചയിച്ച് രാജാക്കന്മാരെ ക്ഷണിച്ച സമയത്തിങ്കൽ ഓരോരോ രാജാക്കന്മാരായി വില്ലെടുക്കാനായി കൊണ്ട് പരിശ്രമിച്ച് അപ്രാപ്തന്മാരായി മടങ്ങിയതിൻ്റെ ശേഷം ചില ബ്രാഹ്മണരുടെ നിർബന്ധപ്രകാരം ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള അർജുനൻ വില്ലെടുക്കാനായി കൊണ്ട് പുറപ്പെടുകയും ചെയ്തു. തദനന്തരമാകട്ടെ പ്രദക്ഷിണീകൃത്യ തതഃ പ്രണമ്യ കോദണ്ഡമാദായ ച സവ്യസാചീ ഉദഞ്ചയൻ പഞ്ചശവാരമേനം ആരോപയാമാസ ച ബലി സലീലം. വെരി ഗുഡ്. തീർച്ചയായിട്ടും ഇതിലൊരു എക്സലന്റ് പെർഫോമറായി മാറട്ടെ. ഓക്കെ, ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവൂലേ നിങ്ങളെ പാഷൻ. നിങ്ങളെ മാഷ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു ഡോക്ടറായി, ഒരു ഡോക്ടർ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും ബിസിയുള്ള ലൈഫായിരിക്കും അല്ലേ? അത് 100-110 കുറഞ്ഞൊരു OP എനിക്ക് ഉണ്ടാവാറില്ല, അത്ര തിരക്കാണ്. അതിനിടയിൽ കൂടെ എൻ്റെ പാഷൻ ഞാൻ ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങൾ MJ സ്കൂൾ ആയപ്പോഴൊക്കെ ഞാനിത് സ്വപ്നം കണ്ടു. MJ സ്കൂൾ കുറേ കഴിഞ്ഞ് ഞാൻ അന്നൊക്കെ എനിക്ക് എഴുതുന്ന ശീലമുണ്ട്. ഒരു 5ാം ക്ലാസ് തൊട്ടേ ഇങ്ങനെ എഴുതും, ഡയറി കുറിപ്പുകൾ പോലെ. ആ ഒരു ശീലം ഞാൻ കുറച്ച് കാലമൊക്കെ ഉപേക്ഷിച്ചെങ്കിലും പിന്നെ അത് റീഗെയിൻ ചെയ്തു. അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ ലൈഫിലൊരു കാര്യം ഉണ്ടാവും, ഇക്കിഗായ് എന്ന് പറയും. ഉറക്കാം, ഇക്കിഗായ്. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? വെരി ഗുഡ്, ജപ്പാൻ അല്ലേ? ജപ്പാൻകാർ ഉൾപ്പെടുന്ന ഒരു ഫിലോസഫിയാണ് ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ ഇവനിപ്പോൾ ചാക്യാർ കൂത്തില്ലേ, ചാക്യാർ കൂത്തിൽ നല്ലൊരു പെർഫോമറാണ് അല്ലേ? ഇത് നമുക്ക് അതുപോലെ ഒരുപാട് ആസറ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഒരു തേൻ എന്ന് പറഞ്ഞാൽ ആ തേനീച്ചയുടെ ഏറ്റവും ഒരു ഇതായിട്ടുള്ള കാര്യമല്ലേ അല്ലേ? അതുപോലെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളൊരു ഇക്കിഗായ് ഉണ്ടാവും. ആ ഇക്കിഗായ് നമ്മൾ തിരിച്ചറിയണം. എന്താണ് അത്? നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഹാപ്പി നൽകും അല്ലേ? നല്ല സന്തോഷം നൽകും. എല്ലാവരും ഒന്ന് സന്തോഷകരമായ പോസ്റ്റ് എടുക്കും. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കും. ഇവരപ്പോൾ നിങ്ങളുടെ സ്കൂളുകളും അല്ലേ, സംസ്ഥാനം വരെ അംഗീകരിച്ചു അല്ലേ, മറ്റുള്ളവർ അംഗീകരിക്കും. അത് മാത്രമല്ല, അതിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഉണ്ടാവും അല്ലേ? ഞാൻ പറയാം, എനിക്ക് ഫേസ്ബുക്കിൽ ഞാൻ അധികം ഈ ഏണിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. 3 മാസം മുമ്പ് ഞാൻ വെറുതെ ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് മോണിറ്റൈസേഷൻ ഓണാക്കി. പിറ്റേത്തെ മാസം എനിക്ക് 25,000 രൂപ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി. 25,000 രൂപ കിട്ടി. അത് അപ്പം എനിക്ക് നഷ്ടപോലും തോന്നുക, ഞാൻ എന്തിനാണ് ഇത്രയും നാൾ ഓണാക്കാതിരുന്നത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്യും. കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും അതിനെ മാർക്കറ്റിംഗ് ഇല്ലേ? ബാബാന്നാണ് നമ്മൾ നിങ്ങളെ മാഷ വിളിക്കാറുള്ളത്. അല്ലേ മാഷ?
അപ്പൊ എന്താ നമുക്ക് മാഷ് ഇവിടെ മറ്റേ നമ്മൾ ആ മാഷ് പറഞ്ഞതിനോട് നമ്മൾ ആ പാഷൻ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വരക്കാനുള്ള കഴിവുണ്ടാവും, പാടാനുള്ള കഴിവുണ്ടാവും. കുറച്ച് ജോലിയൊക്കെ ആകുമ്പം ചിലവർ അത് ഉപേക്ഷിക്കും. അതൊരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ പ്രൊഫഷനോടൊപ്പം ഇത് നിലനിർത്താൻ നിങ്ങൾക്ക് സാധ്യമാവണം. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡ്. ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കുറച്ച് ഓവറായി പോണ്ട്, അത് കുറച്ച് കുറക്കണം. അങ്ങനത്തെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഡു ലെസ്, കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ. അടുത്ത സ്ലൈഡ് എടുത്തത്. പക്ഷേ ഇനിയാണ് നിങ്ങളെ ചലഞ്ച്, നിങ്ങളെ ബ്രേക്ക് ത്രൂ കിടക്കുന്നത്. ഇവിടെയാണ് നിങ്ങളെ സക്സസ് കിടക്കുന്നത്. ഇനി നിങ്ങൾ ഇന്ന് തൊട്ട് പുതിയ വർഷത്തിൽ തുടങ്ങാൻ പോകുന്ന ശീലങ്ങൾ. ഇപ്പൊ NSS ക്യാമ്പ് നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രചോദനമാണ് അല്ലേ? ഈ NSS ക്യാമ്പിൽ വെച്ച് ഈ 2024 വേണ്ടി പുതിയ ശീലങ്ങൾ തുടങ്ങാൻ കാരണം ആരൊക്കെ ഒന്ന് കൈവക്ക്. ആരൊക്കെ? എല്ലാവരും ഒന്ന് കൈ ശരിക്കും പൊക്കി, നിന്നിട്ട് പൊക്കി. എല്ലാവരും നിക്കി. എല്ലാവർക്കും പ്രേരണ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്താണ് നിനക്ക് പ്രേരണ കിട്ടിയോ? വാ, ഇരുന്നോളി. ഇവിടെയാണ് നിങ്ങളെ ബ്രേക്ക് ത്രൂ കേൾക്കുന്നത് അല്ലേ? നിനക്ക് ഈ NSS ക്യാമ്പ് തൊട്ട് പുതിയൊരു ശീലം തുടങ്ങാനുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രേരണ കിട്ടിയല്ലോ. എന്ത് ശീലം? വെരി ഗുഡ്. ഒരു വാക്കുകൾ നമുക്ക് വേണ്ടി സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നല്ലോ. അവിടെ നോക്കിയിട്ട് അവരോട് ഒരു ഞാൻ പറയുന്ന ഒരു വിഷയത്തിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ടോക്ക് ചെയ്യുക, ഒരു കലാലയ ജീവിതത്തെക്കുറിച്ച്. പാട്ട് പാടുമോ? എന്നാലും ഇവിടെ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുക ചെയ്യാം. ഓക്കെ, അടക്ക തൂടി പാടി. നമ്മൾ കണ്ടെത്തിയ മൈക്കാട്ടോ. പാടിക്കോ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങളെ പുതിയ അല്ലേ, ഓരോ ഫോണിനും പുതിയ അപ്ഡേഷൻ വരും അല്ലേ? ഇതാണ് നമ്മൾ ഓരോ പുതുവത്സരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, പുതിയൊരു അപ്ഡേഷന് വേണ്ടിയല്ലേ? നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആർക്കിടൈപ്സ് എന്ന് പറയും. ആർക്കിടൈപ്സിന് മലയാളം എന്താ പറയാ പക്ഷേ? നമ്മളെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളിൽ എപ്പോഴും ഉണ്ടാവും. ഈ ആർക്കിടൈപ്സ് അത് നമുക്ക് ഫസ്റ്റ് ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ എല്ലാവരിലും ഉള്ള ഒരു ആർക്കിടൈപ്പ് ഏതാണ്? നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധം കാക്കുന്നത് ആരാണ്? പട്ടാളക്കാരല്ലേ? നമ്മളിലൊക്കെ ഒരു പട്ടാളക്കാരനുണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ സമയത്ത് അതിനൊക്കെ മല്ലടിച്ച് പൊരുതി നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പട്ടാളക്കാരൻ നമ്മളെല്ലാവരും ഉണ്ട് അല്ലേ? അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മളെല്ലാവരും ഉണ്ട് അല്ലേ? എല്ലാവരും ഉറക്കം പറ, അയാമേ വിന്നർ. ഉറക്ക യോദ്ധാവിന്റെ ശബ്ദത്തോടെ, അയാമേ വിന്നർ, അയാമേ ഹീറോ, അയാമേ ഹീറോയിൻ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പട്ടാളക്കാരൻ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മൾക്കുള്ളിൽ ഒരു ശക്തിയാണ് അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അതിനെ പൊരുതി മുന്നോട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? ഇവർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആർക്കാ ഉള്ളത്? എന്തെങ്കിലും വീട്ടിലെ കഷ്ടപ്പാടുകൾ, എന്തെങ്കിലും ഇതിലൊക്കെ പൊരുതിയിട്ട് മുന്നോട്ട് വരുന്നത് നിങ്ങൾക്ക് അതിനുള്ളൊരു ടൈം ആയിട്ടില്ല അല്ലേ? അപ്പൊ അത് നമ്മൾ എല്ലാവരും ഉണ്ട്. അതിനെപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് വെക്കണം. അടുത്തതായിട്ട് നമ്മളൊരു മാന്ത്രികൻ. എല്ലാവരും നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടോ ഭാവിയിൽ? യെസ് എന്ന് പറഞ്ഞാൽ ആരാ? കം. അപ്പൊ നമ്മൾ ഇവനിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ യോദ്ധാവ് ഒന്നുകൂടി ഉറക്കെ പറയാം. ഹീറോ. ഓക്കെ, ഇനി നമ്മൾ ഈ യോദ്ധാവിൽ ഇവന്റെ ഉള്ളിലെ ഈ മാന്ത്രികനെ നമ്മൾ പുറത്തെടുക്കുകയാണ്. ഒരു 10 വർഷം കഴിഞ്ഞ് അന്നേക്ക് നിന്റെ ഗോൾ അച്ചീവ് ആവുമല്ലോ അല്ലേ?
10 വർഷം ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ ഈ കാന്തപുരം പ്രദേശത്തെ ഈ സ്കൂൾ പരിസരത്ത് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പേരെന്താ? ഫാദിൽ എന്ന് പറയുന്ന ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ് ശൃംഖലയുടെ ഒരു ഉടമസ്ഥനായിട്ടുള്ള ഫാദിൽ പണ്ട് ഒരു NSS ക്യാമ്പ് ഇവിടെ നടത്തിയതിന്റെ പ്രചോദനം ഉൾപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ നാട്ടിൽ വരികയാണ്. ഈ നാട്ടിലെ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ NSS ക്യാമ്പിന്റെ സമയത്ത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് അവർക്ക് ആശ്വാസമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഫാദിൽ ആ 10 വർഷം മുമ്പുള്ള ആ ഒരു ദിവസം ഇപ്പം മുന്നിൽ കണ്ടിട്ട് നീ ഒരു ചെറിയ ടോക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാം. അത് എല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ നീ ബ്രെയിനിൽ എന്താണ് ചെയ്യേണ്ടത്? സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആയിട്ട് നിന്റെ BMW കാർ ആ പരിസരത്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, BMW കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് നീ ഇറങ്ങി വരികയാണ്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഈ ഫാദിൽ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അപ്പൊ അവിടെ വന്നോക്കും വളരെ നിഷ്കളങ്കനും ഇതൊക്കെ ആയിട്ട് നീ കടന്നു വന്നിട്ട് ഇവിടെ നിന്നെ കൊണ്ട് 2 വാക്ക് സംസാരിക്കാനൊക്കെ സംസാരിക്കും. നീ അതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഓ മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. കുറച്ച് പ്രസംഗി. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പം നിങ്ങളെ 7 days ക്യാമ്പിൻ്റെ ഇത് നിന്റെ ജൂനിയേഴ്സാണ്. 4ാമത്തെ ദിവസത്തിലെത്തി ഞാൻ. പണ്ട് ഞാനും ഇങ്ങനെ ഇവിടെ ഇരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അന്ന് കലീൽ സാർ എനിക്ക് ക്ലാസ് എടുത്തതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് അവിടെ നിന്ന് തുടങ്ങിയ പ്രചോദനം ഇപ്പോൾ എന്നെ എത്തിച്ചത് ഈ നിങ്ങളുടെ മുമ്പിലാണ്. അപ്പം താങ്കൾ ഇതൊരു രഹസ്യമാക്കി വെക്കണമെന്നത് പരസ്യമാക്കിയതിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ ഡ്രീംസ് അറിയുന്നത് ചിലർക്ക് അല്ല. ഈ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത്, വീടുണ്ടാക്കി കൊടുക്കുന്നത് പറയരുത് എന്ന് പറഞ്ഞത്. അല്ല, അതൊരു സസ്പെൻസ് ആയിട്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ മെജിഷ്യൻ എങ്ങനെ ഉണർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എല്ലാവരും ഒന്ന് സ്വയം നിക്ലിപ്പെടുത്തി എല്ലാവരും ഒന്ന് നിക്ലിപ്പെടുത്തി നിങ്ങളുടെ മെജിഷ്യൻ ഇങ്ങനെ ഉണർന്നു വരികയാണ്. നിങ്ങളുടെ ഉള്ളിലെ മെജിഷ്യൻ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനുള്ള നമ്മുടെ പവറാണിത് അല്ലേ? നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അപ്പൊ എന്താണ്? നിങ്ങളുടെ തലച്ചോറിനൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്താലും നിങ്ങളുടെ മുമ്പിൽ റിയൽ ആയിട്ട് അരങ്ങേറിയാലും തലച്ചോറിനെ സംബന്ധിച്ചോളം എന്താണ് സെയിം ആണ്. ഇപ്പൊ ഫാദില് ഇവിടുന്ന് ബിസിനസ്മാൻ ആണെന്ന് ഇമാജിൻ ചെയ്തപ്പം എന്താണ് ഫീൽ ചെയ്തത്? ശരിക്കാണെന്നല്ല തോന്നിയത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എന്താവണം എന്നുള്ളത് ആയ രീതിയിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതി വെക്കണം. അപ്പൊ നിങ്ങളുടെ തലച്ചോറ് എന്താ വിചാരിക്കാം? നിങ്ങൾ അതാണ് എന്ന് വിചാരിക്കും അല്ലേ? ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്നാണ്. നിങ്ങൾ നേടിയെടുക്കുന്നത് വരെ അത് ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ മാന്ത്രികന്റെ ഒരു കഴിവാണ് അല്ലേ? അടുത്തതായിട്ട് നിങ്ങൾ എല്ലാവരിലുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയാണ്, ആർക്കിടൈപ്പാണ് ലവർ. എല്ലാവരും സ്വന്തത്തെ ഒന്നിങ്ങനെ തലോടി ഒന്നിങ്ങനെ എന്താ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? പണ്ട് അമ്മന്റെ മുലപ്പാൽ കുടിച്ചപ്പോഴുള്ള ഫീലിംഗ് വരുന്നുണ്ടോ? ഉണ്ടോ അല്ലേ? അത് ഓർമ്മയല്ലേ? പക്ഷെ ഈ ഫീലിംഗ് ആണ് അന്ന് നിങ്ങൾക്ക് കിട്ടിയത്. ഒരു ലാളനയുടെ ഹോർമോൺ അല്ലേ? നമ്മളിങ്ങനെ തലോടുമ്പോൾ നമ്മളൊരാൾ വന്ന് ഇങ്ങനെ തലയിലൊക്കെ തലോടി കഴിഞ്ഞാൽ എന്തായിരിക്കും തോന്നുക? നമ്മളൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാം, ഓക്സിറ്റോസിൻ എന്ന് പറയും, സ്നേഹത്തിന്റെ ഹോർമോൺ അല്ലേ? എല്ലാവരും ഉറക്കെ പറ, ഐ ലവ് മൈസെൽഫ്. നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് നമ്മുടെ ലവർ. നിങ്ങൾ എല്ലാ ദിവസവും കണ്ണാടിക്ക് മുമ്പ് പോയി നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര് പറയാ. എന്നിട്ട് പറയാ ഐ ലവ്. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഐ ലവ് എന്ന് നിങ്ങളോട് പറയാം. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി വീണ് കഴിഞ്ഞാൽ നിങ്ങൾ തലോടാറുണ്ടോ? അല്ലേ? തലോടാറുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരാ തലോടാൻ? നിങ്ങൾക്ക് സ്വയം ഒന്ന് തലോടാൻ പറ്റാറുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ തലോടൽ കിട്ടേണ്ട ആൾ നമ്മൾ തന്നെയാണ്. അത് നമ്മൾ തന്നെ കിട്ടുകയാണെങ്കിലോ അല്ലേ? അപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഒരു കണ്ണാടി എടുക്കുക. കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് കണ്ണാടി, മൊബൈൽ ഒരു കണ്ണാടി ആയിക്കോട്ടെ.
ഇടയ്ക്ക് ഞാൻ ഒരു ഡെമോ ചെയ്തു തരാം. ഞാൻ തന്നെ ഒന്ന് പറയാം കേട്ടോ ആദ്യം. എടാ ഖലീലേ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടടാ. ഈ ആള് ഭയങ്കര സൂപ്പറാട്ടോ. ജീവിതത്തിൽ നിനക്ക് ഇന്നലെ ഒരു പേഷ്യൻ്റ് വന്ന് ചൂടായപ്പോൾ നീ കുറച്ചൊന്ന് പതറിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ജീവിതത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. പിന്നെ ഇന്നലെ നീ എത്രയോ നൈറ്റ് ഡ്യൂട്ടി തിരക്കിനിടയിലും ഒരു മടിയില്ലാതെ എഴുന്നേറ്റ് വന്നല്ലോ. വളരെ സന്തോഷമുണ്ട് ഖലീലേ. ഐ ലവ് യു ഖലീൽ. ഓക്കെ. ഇനി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം? ഒരാള് വാ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വയം ഒന്ന് പറയാം. നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ പറഞ്ഞിട്ട് അതിനെ ആശ്വസിപ്പിക്കണം. എന്നിട്ട് വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെ നിങ്ങൾ അപ്രിസിയേറ്റ് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു വെച്ചാൽ കണ്ണാടിയിൽ നോക്കിക്കോട്ടെ. പറഞ്ഞോ. ഓക്കെ വരൂ. അടുത്ത ആളാരാ വരുന്നത്? നടുവിലെ ബെഞ്ചിന്ന് വരുവാ. അതെ വാ കം. ആ തല കുറിച്ച് വാ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ശബ്ദത്തിൻ്റെ ആവശ്യമില്ല. ഇനി ആർക്കെങ്കിലും ഇവക്ക് സ്വയം വരണമെന്നുണ്ട് അല്ലേ? എന്നാ പറഞ്ഞോ. നിന്നെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ഇതാക്കി ആശ്വസിപ്പിക്കും. അവിടെ കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണാടി പറഞ്ഞോ. ഓക്കെ. പറഞ്ഞോ. ഓക്കെ. നമുക്ക് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ. അപ്പം എന്ത് ചെയ്യാം? നിങ്ങളോട് തന്നെ സംസാരിക്കാനും നിങ്ങളോടുള്ള ഇഷ്ടം ദൃഢപ്പെടുത്താനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ആ ഇഷ്ടം ദൃഢപ്പെടുത്തുന്ന കാര്യമാണ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇതേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യൂലേ അല്ലേ? അടുത്തതാരാണ് നിങ്ങളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ? ആരാണ്? ഊഹിക്ക്. സിംഹമാരാണ് കാട്ടിലെ രാജാവ്, കിങ് അല്ലേ? നിങ്ങളുടെ സ്നേഹം ചിലപ്പം ഡയറക്ഷൻ ഉണ്ടാവില്ല. നിങ്ങളെ പട്ടാളക്കാരന് ചിലപ്പോൾ ഒരു ശത്രുവാണോ മിത്രാണോ എന്ന് അറിയാതെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ തുടങ്ങും. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരാണ്? രാജാവാണ്. രാജാവ് എന്താ ചെയ്യേണ്ടത്? വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണം അല്ലേ? നിങ്ങൾ ഓരോ ദിവസത്തിന് പ്ലാൻ ഉണ്ടാക്കണം, ഓരോ മാസത്തിന്, ഓരോ വർഷത്തിന്, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും എന്താവണോ അതിന് വേണ്ടിയിട്ട് പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പട്ടാളക്കാരനെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം, നിങ്ങളുടെ മെജിഷ്യനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കണം, പിന്നാരെ ചെയ്യണം, നിങ്ങളെ ലവറെ എല്ലാവരെയും നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? നിങ്ങളുടെ രാജാവാണ് അല്ലേ? ഈ 4 ആർക്കിടൈപ്പ് കൂടി നമുക്കൊന്ന് ഡെമോ ചെയ്യാം. ആരാ വരുന്നത്? വാ കം. അപ്പൊ നീ എന്ത് ചെയ്യാ? ഒന്ന് ഉറക്കെ പറ. ഐ ലവ് മൈസെൽഫ്. നിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ബിസിനസ്മാൻ. എല്ലാവരും ബിസിനസ്മാൻമാർ. ഇത് കൊമേഴ്സുകാരാണോ എല്ലാവരും? ഓക്കെ. ബിസിനസ്മാൻമാരാവണോ അല്ലേ? അപ്പോൾ നീ ഒന്ന് നിന്നോട് ഇങ്ങനെ ഇതാക്കിയിട്ട് പറ. ഒന്ന് നിന്നെ ഐ ലവ് മൈസെൽഫ് എന്ന് പറയാം. പിന്നെ നീ എനിക്ക് ഒരു ലക്ഷ്യം, നിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒന്ന് പറ. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എങ്ങനെയാണ് നിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്? എന്ത്? CA. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ മോനിപ്പോൾ CAൻ്റെ എക്സാം എഴുതാൻ നിൽക്കുകയാണ് നാളെ. ഓക്കെ. അത് ഒരു CA-കാരനാവണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് CA എന്ന് പറഞ്ഞാൽ നല്ലൊരു കോഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് പേരിൽ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കിയ ഒരു കോഴ്സാണ് CA. ഞാനും അങ്ങനെ CAനെ കുറിച്ച് ഒരു അണ്ടർഎസ്റ്റിമേറ്റ്, എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അറിയാം. അപ്പോൾ അതിന് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് CA ഒരു വളരെ ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ഈ ഓരോ പേഴ്സണാലിറ്റിനെയും നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളുണ്ടല്ലേ, ഞാൻ പെട്ടെന്ന് അടിച്ചുവിടാം. പഠിച്ചോ.
നമ്മുടെ സ്വകാര്യ ജീവിതം ഉണ്ട് അല്ലേ, നമ്മുടെ പേഴ്സണൽ ലൈഫ്. പോയിക്കോ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസും, മൈ ഇൻ്റലക്ച്വൽ ഹെൽത്ത്, മൈ എമോഷണൽ, മൈ ക്യാരക്ടർ, മൈ സ്പിരിച്വൽ ഹെൽത്ത് എല്ലാ സമയം 10. നിങ്ങൾ എല്ലാ രാവിലെ എന്നും എക്സസൈസ് ചെയ്യാറുണ്ടോ? എക്സസൈസ് ചെയ്യാറുണ്ട്. നന്നായിട്ട് എന്നും എക്സസൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്ന സംഭവം എന്താണ്? എക്സസൈസ് അല്ലേ? എക്സസൈസ് ആണ്. എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുക? എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻഡോർഫിൻസ് എന്താ ചെയ്യാന്നറിയോ? അത് നിങ്ങളുടെ വേദന സംഹാരിയായിട്ട് പ്രവർത്തിക്കും അല്ലേ? അപ്പോൾ എന്ന് നിങ്ങൾ ഇതുണ്ടാക്കണം. അടുത്തതായി നിങ്ങൾ ഇന്റലക്ച്വൽ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവനും പഠിക്കുമെന്ന് തീരുമാനിക്കുന്നുണ്ടോ? നിങ്ങൾ ബിസിനസ്മാൻമാരായ പഠനം നിർത്താൻ പാടുണ്ടോ? പഠിച്ചില്ലെങ്കിൽ ബിസിനസ് ഔട്ടായി പോകും. ഇന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ നോളജ് വർക്കർ ഏജ് ആണ്. എന്തിനും നോളജ് വേണം. നല്ലൊരു കുക്കിംഗ് പഠിക്കണമെങ്കിൽ അതിൽ നോളജ് വേണ്ടേ അല്ലേ? പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോളജിന് ഏറ്റവും കൂടുതൽ റിസോഴ്സുകൾ ഉള്ള സമയമാണ് അല്ലേ? എന്തൊരു കാര്യം നോക്കണമെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ, അല്ലെ ChatGPT നോക്കിയാൽ, യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടും അല്ലേ? അടുത്തതായിട്ട് നിങ്ങളുടെ എമോഷണൽ ലൈഫാണ്, വൈകാരിക ജീവിതം. ഇതിന് എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പണ്ടൊരിക്കൽ ഏറ്റവും ബുദ്ധിയുള്ള ഒരു കുട്ടി, ഈ കുട്ടിക്ക് എല്ലാത്തിനും നമ്പർ 1 ആണ്. ഒരു പ്രാവശ്യം നമ്പർ 2 ആയിപ്പോയി. ഈ കുട്ടി എന്ത് ചെയ്തെന്നറിയോ? ഒരു ദിവസം ആ പ്രൊഫസർ വന്നപ്പം മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റിന് പ്രൊഫസറായിട്ടൊന്ന് കുത്തി. ആ കുട്ടിക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? പക്ഷെ എന്തില്ല? എമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല. ഒരു പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം അതാണ്. ഇപ്പം നിങ്ങളെ നിങ്ങൾക്കിപ്പോൾ രക്ഷിതാക്കളോട് ദേഷ്യം പിടിക്കണം തോന്നും ചില സാഹചര്യത്തിൽ. നിങ്ങളുടെ ടീനേജ് ബ്രെയിനിൽ എപ്പോഴും കുറവുള്ള ഒരു സംഭവം എന്താണ്? നിങ്ങൾക്ക് ഇൻ്റലക്ച്വൽ ബുദ്ധി ഉണ്ട്, പക്ഷെ ഈ എമോഷണൽ ബുദ്ധി കുറച്ച് കുറവായിരിക്കും. അത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള നിങ്ങളുടെ തലച്ചോറിൻ്റെ ഏരിയ, എല്ലാവരും ഇവിടെ ഒന്ന് കൈവെക്ക്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഇത് ഇനിയും പൂർണ്ണമായിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല. അതാണ് നിങ്ങൾ എടുത്തുചാട്ടം നടത്തുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈസൻസ് തരാത്തത്? എന്തുകൊണ്ടാണ് ടീനേജ് ഏജിന് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടോ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റാത്തതോ ആണോ? എന്തുകൊണ്ടാണ് തരാത്തത്? നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഈ ലോജിക് ബ്രെയിൻ ആവില്ല. എന്തായിരിക്കും ഡ്രൈവ് ചെയ്യുക? നിങ്ങളെ വൈകാരിക ബ്രെയിൻ ആയിരിക്കും. ഈ വൈകാരിക ബ്രെയിൻ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ദേഷ്യം പിടിക്കുക, നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ കുട്ടിയാന്നുള്ള വല്ല ഓർമ്മ ഉണ്ടാവുമോ? അടിച്ചങ്ങോട്ട് എന്താ പിന്നല്ല ദുഃഖിക്കുക അല്ലേ? രക്ഷിതാക്കൾ പരസ്പരം തർക്കിക്കുമ്പം മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്ത് വേണ്ടതെന്നാണ്? എമോഷണൽ ഇൻ്റലിജൻസ് ആണ് വേണ്ടത്. പിന്നെ നമ്മുടെ സ്വഭാവം, നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പിന്നെ ക്യാരക്ടറും, 2 കാര്യമുണ്ട് അല്ലേ? നമുക്ക് ഏറ്റവും വേണ്ടത് ക്യാരക്ടറാണ് അല്ലേ? പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ മാനേജറായിട്ട് വരുന്നതും ഒരു ക്യാരക്ടറുള്ള ആൾ രണ്ടും വ്യത്യസ്തമായിരിക്കും അല്ലേ? ബിസിനസ്മാൻമാരെ അല്ലേ? ഒരു പേഴ്സണാലിറ്റി. പിന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് അല്ലേ? എല്ലാ ദിവസവും മെഡിറ്റേഷന്, ഈ നമസ്കാരം, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം. അതിപ്പോൾ നമുക്ക് അതൊരു പേടിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. പേടിച്ചുകൊണ്ട് ചെയ്യുമ്പം ഇപ്പം ഞാൻ ഒരാളെ പറയാം, അല്ല മോനെ നീ നിസ്കരിക്കടാ, നിസ്കരിച്ചില്ലേ നരകത്ത് പോകടാ എന്ന് പറയൂ. ആ നിസ്കാരം ഒരു സുഖം ഉണ്ടാവുമോ? അതേസമയം നിങ്ങൾ പറയാം, എടാ 5 നേരം നിസ്കരിച്ചടാ, നിന്റെ കൈയൊക്കെ നല്ല ബ്യൂട്ടി ടിപ്പാടാ, നിന്റെ സൗന്ദര്യം കൂട്ടിയടാ, നീ സ്വർഗത്ത് പോകടാന്ന് പറഞ്ഞാൽ ചെയ്യാൻ സുഖം ഉണ്ടാവുമോ? മനസ്സിലായില്ലേ? ഇതാണ് നമുക്ക് യോഗ, മെഡിറ്റേഷൻ, നമസ്കാരം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നമ്മളെ സ്പിരിച്വൽ ലൈഫിന് ഒരു പോസിറ്റീവ് വേർഡ്സ് കൊണ്ടാണ് നമ്മളതിനെ പരിഗണിക്കേണ്ടത് അല്ലേ? അല്ലാണ്ട് തർക്കിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ ആക്കി ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പിരിച്വാലിറ്റി കിട്ടാതായി പോകും. അതാണ് ഇന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് തീരെ സമാധാനം അല്ലാത്തത്. കാരണം അവരുപയോഗിക്കുന്ന ലാംഗ്വേജാണ്. നിങ്ങൾ എന്ത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ തലച്ചോറ് നോക്കുക. ഞാൻ ഇങ്ങോട്ട് പറയാം. അപ്പം ഒരു മഞ്ഞ ആനയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാതിരിക്കും. ഒരു മഞ്ഞ ആനയെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഇപ്പം നിങ്ങൾ എന്താ ചിന്തിച്ചേ? ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ മഞ്ഞ ആനയെക്കുറിച്ച് ചിന്തിച്ചില്ലേ അല്ലേ? ഇതാണ് നിങ്ങളിപ്പോൾ ഒരാളോട് പറയാം, പേടിക്കണ്ടടാ മോനെ, പേടിക്കണ്ട എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? അവിടെ പേടി ആദ്യം ഉണ്ടാവുന്നത്. ഇപ്പം എടാ നിനക്ക് ഭയങ്കര പേടിയാണല്ലോ പറയുന്നത്, എടാ നിന്റെ ധൈര്യം ചോർന്നു പോയില്ലടാ എന്ന് പറയുമ്പം അവിടെ അതേ കമൻ്റ് ആണെങ്കിലും ഈ ധൈര്യം എന്നുള്ള ഒരു പോസിറ്റീവ് വേർഡാണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എപ്പോഴും. അതാണ് ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ സമാധാനം കൂടി വരികയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഈ സ്പിരിച്വൽ ഹെൽത്ത് നമുക്കൊരു 1 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യാം. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും അവെയർ ആവേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ ബ്രീത്തിങ് ആണ്
നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും അടിസ്ഥാന ലെവലിൽ ഉണ്ടാകുന്ന പ്രശ്നം എവിടെയാണ്? നമ്മുടെ ബ്രീത്തിങ്ങിലും നമ്മൾ ഓക്സിജനിലുമാണ്. ഞാൻ പറഞ്ഞ അടിസ്ഥാന ലെവലിലാണ്. അതാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളെ ബ്രീത്തിങ്ങിലേക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അവെയർ ആകും. എല്ലാവരും ഒന്ന് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, ശ്വാസം പുറത്തോട്ട് വിട്, അതിലേക്ക് ഫുൾ അവെയർ ആവും. ഇപ്പം നിങ്ങളെ കാൽപാദങ്ങൾ ഈ പ്രതലത്തിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതിന് ഫീൽ ചെയ്യും. ഈ കാൽപാദത്തിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ഫീൽ ചെയ്യും. കാൽ തുടകളിലേക്ക് ശ്രദ്ധിക്കുക, കൈകളിലേക്ക്, നെഞ്ചിലേക്ക്, നിങ്ങളുടെ നെറ്റിയിലേക്ക്, തലയിലേക്ക്, നിങ്ങളെ ഹൃദയത്തിലേക്ക് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു അവയർനെസ് നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഒരാളോട് എന്തെങ്കിലും ദേഷ്യം വരികയാണെങ്കിലൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളെപ്പോഴും പ്രസൻറ്റ് ടെൻസിലേക്ക് നിങ്ങളെ കാര്യങ്ങൾ കൊണ്ടുവരിക. നിങ്ങളെ മൊത്തം പാസ്റ്റും കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രസൻറ്റ് ടെൻസിന് ഈക്വൽ ആണോ? അല്ല എന്നുള്ളതാണ്. നിങ്ങളെ പ്രസൻറ്റ് ടെൻസ് ആണ് മോസ്റ്റ് വെർത്ത്ഫുൾ. നിങ്ങളെ മൊത്തം പാസ്റ്റ് ഇങ്ങോട്ട് കൂട്ടി കണക്കാക്കിയാലും ഈ ഒരു നിമിഷത്തിന് തുല്യമല്ല. കാരണം ഈ നിമിഷം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെർസീവ് ചെയ്യുന്ന ഒരു നിമിഷമാണ് അല്ലേ. ഇതിപ്പോൾ അടുത്ത നിമിഷം ഇതും ഒരു പാസ്റ്റായി മാറും. അപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ വഷളാവണ്ട. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് നിങ്ങളെ ഫ്യൂച്ചറാണ്. നിങ്ങളെ ഫ്യൂച്ചർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പ്രസൻറ്റ് ടെൻസിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് ചോയ്സ് അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു ലൈഫ് ഈസ് എ സി ബിറ്റ്വീൻ ബി ആൻഡ് ഡി അല്ലേ. ബർത്തിനും ഡീനും ഇടയിലുള്ള നിങ്ങളെ ചോയ്സിൻ്റെ പേരാണ് ജീവിതം. ഈ ചോയ്സ് നിങ്ങൾ എടുക്കേണ്ട സമയം ഈ ഒരു നിമിഷത്തിലാണ് അല്ലേ, ഇപ്പോഴാണ്. ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ള ഈ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ നിമിഷം എന്ന് പറഞ്ഞാൽ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് ഏറ്റവും വണ്ടർഫുൾ ഏതാണ്? ഈ നിമിഷമാണ്. ഈ നിമിഷത്തിലേ നമുക്ക് ജീവനുള്ളൂ. ഇന്നലത്തെ നമുക്ക് എങ്ങനെ ആയിരുന്നു എന്ന് അറിയില്ല. അത് മാറ്റാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഇന്നലകളെ മാറ്റാൻ നോക്കുന്നു, നാളുകളെക്കുറിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുന്നു, ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ലോസ് എന്ന് പറഞ്ഞാൽ. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ നിമിഷം ഏറ്റവും വെർത്ത്ഫുള്ളായിട്ട് ജീവിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലേ. ഈ നിമിഷത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുക, നിങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആരായുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താവും? എന്നും ഹെൽത്തി ആയിട്ട് നിലനിൽക്കും അല്ലേ. ഒരുപാട് അസുഖങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്കിതായി ഇപ്പം ഞാൻ നിങ്ങൾക്ക് അവസാനിപ്പിക്കുകയാണ്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മറ്റൊരിക്കൽ നിങ്ങൾ സ്കൂളൊക്കെ വന്ന് ഞാൻ എടുത്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉറക്കെ പറ, ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്, ഐ ആം എ ഹീറോ, ഐ ആം എ ഹീറോ, ഐ ആം ദ കിങ്, ഐ ആം ദ കിങ്, ഐ വാല്യൂ മൈ ടൈം, ഐ വാല്യൂ മൈ ടൈം. അപ്പം ഇന്ന് തൊട്ട് നിങ്ങളത് ഉറപ്പാണല്ലോ അല്ലേ. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റമായിട്ട് തോന്നുന്നത്? ഇപ്പം ഈ നേരത്തെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഉള്ളിൽ എന്ത് പരിവർത്തനങ്ങളാണ് തോന്നുന്നത് ഈ 2024 വേണ്ടിയിട്ട്? കം. അല്ല, ഇപ്പം എനിക്ക് ഇത്രയും നേരം കേട്ട് ഈ ഒരു സെഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ സ്നേഹിക്കുക, മറ്റെന്തിനേക്കാളും നമ്മളെ ടൈമിന് വാല്യൂ ചെയ്യുക, ഒന്നിനെയും പേടിക്കാതെ നമ്മളായി ജീവിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കും. അതിന് റെഡി ആണല്ലോ എല്ലാവരും? ഒരു ക്ലാപ്പ് കൂടി കൊടുക്കും. ഇനി ബോയ്സ് എന്നാരോ വാ. അവന് കിട്ടിയിട്ടില്ല എല്ലാ ക്ലാസ്. എന്നാ നീ വന്നു. എനിക്ക് ഒരാഴ്ചയിൽ 6 മണിക്കൂറെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം നമ്മളെപ്പോഴും നമ്മളെ ബ്രെയിനിന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളൊരു എക്സസൈസ് കൂടിയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു എക്സസൈസാണ് ലേണിങ് അല്ലേ. നമ്മൾ ഹൃദയം സമ്പന്നാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. നമ്മുടെ ബ്രെയിനെ സമ്പന്നാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ ലേണിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ഭാഷകളൊക്കെ പഠിക്കാം. പിന്നെ അക്കാഡമിക് നോളജിനപ്പുറം ഇവനൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യാറില്ലേ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ലേണിങ്ങിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരിക്കലും എന്താക്കരുത്, അത് ഈ ഒരു നിങ്ങളുടെ അക്കാഡമിക് വർഷത്തോടെ അവസാനിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റരുത്. ഓക്കെ ഓക്കെ ഓക്കെ. ഫീഡ്ബാക്ക് പറയാനാണ്.
മനസ്സ് നന്നാവട്ടെ. ഇന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇടയിൽ സാറ് വന്ന മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊക്കെ വേണ്ട ഒരു ക്ലാസ് ആയിരുന്നു സാർ ഇവിടെ വന്ന് നമുക്ക് എടുത്തു തന്നത്. സാർ ഇപ്പോൾ ഞങ്ങൾക്ക് എടുത്തു തന്ന ക്ലാസ് ഞങ്ങൾ നല്ലോണം പ്രചോദനമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി സാറ് ഷൈദ് സാറ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞ വീഡിയോസൊക്കെ ഞങ്ങൾ വളരെ എക്സൈറ്റ്മെന്റിലായിരുന്നു സാർ ഇവിടെ. ഓക്കെ, താങ്ക് യു. ആ എക്സൈറ്റ്മെന്റ് പൂർത്തീകരിക്കാൻ പറ്റിയോ? ഓക്കെ, താങ്ക് യു. വളരെ അടിപൊളിയായ ക്ലാസ്സാണ് നമുക്ക് ഖലീൽ സാർ എടുത്തു തന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സാർക്ക് നന്ദി പറയുന്നു. അപ്പം സാർക്ക് താങ്ക് യു. നന്ദി പറയാൻ ഓക്കെ, ഞാൻ ഇന്നലെ വരികയെന്നാണ് നമ്മളിങ്ങനെ സംസാരിച്ചത്. ശനിയാഴ്ച നാട്ടിലുണ്ട്, വേറെ എന്തൊരാവശ്യത്തിന് വിളിച്ചപ്പോഴാണ് ശനിയാഴ്ച ഞങ്ങൾ ഷെമിക്കാന്നാണ് വിളിക്കല്, ഡോക്ടർ കലി. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരു സാധാ അധ്യാപകനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം ഷെമിക്കാനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊക്കെ പറ്റിയൊരു ക്ലാസ് മഞ്ചേരിയിൽ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ വേറൊരു പൈസ ഒന്നും കൊടുത്തിട്ട് വേറൊരു കോഴ്സ് ചെയ്യുന്ന ഒരു ഏർപ്പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ ഫീസൊക്കെ അടച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ അറ്റൻഡ് ചെയ്ത് ഞാനൊരു സൈക്കോളജി കൗൺസിലിംഗ് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എക്സാം എഴുതിയത്. നിങ്ങൾക്ക് 1 റാങ്ക് എനിക്ക് 2 റാങ്ക് ആയിരുന്നു. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് കണ്ട് നോക്കി എഴുതിയതാണ്. സെക്കൻഡ് റാങ്ക് കിട്ടി. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ശരിക്കും ഇപ്പം നമ്മളിങ്ങനെ കുറെ ട്രെയിനിങ് മേഖലയിലും കുറെ ക്ലാസ്സുകളൊക്കെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് എന്തായിരുന്നു ചോദിച്ചാൽ അന്നത്തെ ആ ഒരു കോഴ്സ് ആയിരുന്നു എന്നാണ്. അപ്പൊ എന്നെയൊക്കെ കണ്ടെത്തിയതിൽ ഒരു വലിയ പങ്കുള്ള ഒരാളാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഈ ഞാനിടയ്ക്ക് ഈ വ്ലോഗ് ഇങ്ങനെ സൂക്ഷ്മം നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കൊരു ഇഷ്ടമുള്ള മേഖലയാണ് ഈ ഒരു സൈബർ ഏരിയ, മൊബൈൽ ഫോൺ, ഇതിന്റെ ഹാക്കിംഗ് ഇഷ്യൂസ്, ഇത് കുട്ടികളൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ നിരന്തരം പഠിക്കുകയും അതിങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്ത് ഡോക്ടർ ഖലീൽ വ്ലോഗ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു. ഭയങ്കര പ്രശ്നമായിട്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ല. ഞാനിങ്ങനെ നിരന്തരം ഫോളോ ചെയ്യും, ഇതെന്താ ചെയ്യുന്നതല്ല. ഒരാഴ്ച ആ ഫേസ്ബുക്ക് ടീമുമായിട്ട് നിരന്തര കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ആ ഹാക്ക് ചെയ്ത ആളുകളെ അടുത്തുനിന്ന് തിരിച്ചു പിടിച്ചു വാങ്ങിയ ഒരാളാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാനത് ഒരു റിസർച്ച് പോലെ ഇങ്ങനെ എല്ലാ പോയിന്റുകളും ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് തിരിച്ചു പിടിച്ചത് എന്നൊക്കെ. കാരണം ഇങ്ങനെയുള്ള കുറെ കേസുകൾ ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, എന്റെ നാട്ടിലൊരാള് ഇയാളുടെ ലാപ്ടോപ്പിലെ കുറെ ഫോട്ടോസ് ആരോ ഹാക്ക് ചെയ്തു. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എന്നെ ഏതോ ഒരു കുടുംബക്കാരനെ ഇങ്ങനെ ഹാക്ക് ചെയ്ത് തിരിച്ചു പിടിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഇങ്ങനെ നമ്മളൊക്കെ മുന്നേ നടത്തിയ ഒരാളാണ്. നിങ്ങളുമായിട്ട് സംസാരിക്കാനൊക്കെ വന്നതിൽ എന്റെ സന്തോഷം കൂടി അറിയിക്കാണ്. നമ്മുടെ സ്കൂളിലാണ് നേരത്തെ പഠിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ MJയുടെ ഏറ്റവും കൂടുതൽ സംഗമങ്ങൾ നടത്തിയ ബാച്ചാണ് ഏതാണെന്ന് ചോദിച്ചാൽ 91 ബാച്ച് അല്ലെ. 91 ബാച്ചിലാണ് പഠിച്ചിട്ടുള്ളത്. എല്ലാ ബാച്ചിന്റെയും ഗെറ്റ് ടുഗദർ ഇവർ മാത്രമൊന്നല്ല, നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇത് ബ്ലോഗിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ക്യാമ്പ് നാട്ടുകാർ മുഴുവൻ കാണട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൂടി നിങ്ങൾ വിളിച്ചതിലുണ്ട് എന്ന് ഞാൻ അറിയിക്കാണ്. ഏതായാലും ഒരിക്കൽ കൂടി വന്നതിനുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മനസ്സ് നന്നാവട്ടെ. ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടർ ഖലീൽ സാറിനോട് ഞാൻ നന്ദി ഏർപ്പെടുന്നു. സ്വാഗതം പറഞ്ഞ സിനാനും നന്ദി പറയുന്നു. അധ്യക്ഷൻ വഹിച്ച റഹാനും നന്ദി അറിയിക്കുന്നു. അധ്യക്ഷന്റെ സമ്മതത്തോടെ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഞാനും എഴുന്നേറ്റ് പോകണമെന്നില്ല. നമ്മൾ അടുത്ത പ്രോഗ്രാം എന്താ? കർഷകരെ ആദരിക്കലും സെല്യൂട്ട് സാലറി പ്രോഗ്രാമുമാണ്. ഉടനെ ആരംഭിക്കുമ്പോൾ നമ്മൾ ക്ഷണിച്ച അതിഥികൾ ഒരാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ പേജിൽ നിന്ന് അറേഞ്ച് ചെയ്യുക.